ആഡ്സ് ഇല്ലാതെ തന്നെ നമുക്കിങ്ങനെ എളുപ്പത്തിൽ സ്പോട്ടിഫൈക്ക് പകരമായിട്ടുള്ള ഒരു ആപ്പിൽ സോങ്സ് കേൾക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്പോട്ടിഫൈയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പ്ലേലിസ്റ്റ് ആ ആപ്പിലോട്ട് നമുക്കിങ്ങനെ എളുപ്പത്തിൽ കോപ്പി ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റി നമ്മളൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ മൊബൈലിനകത്ത് ഡെമോസ് എന്നുള്ള ഈ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല, പക്ഷേ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ സ്പോട്ടിഫൈനകത്തുള്ള നമ്മുടെ പ്ലേ ലിസ്റ്റ് അതേപോലെ തന്നെ ഇതിൽ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആഡ് ഫ്രീ ആയിട്ട് മ്യൂസിക് കേൾക്കാനായിട്ട് കഴിയുന്നതാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ശേഷം നമ്മുടെ സ്പോട്ടിഫൈയിലോട്ടൊന്ന് കയറുക. അതായത് നമ്മുടെ പ്ലേ ലിസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ പ്ലേ ലിസ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക ഇത്തരത്തിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ശേഷം ഇവിടെ ഈ പ്ലേലിസ്റ്റിൽ നമുക്ക് മുകളിലായിട്ട് ഇത്തരത്തിലൊരു 3 ഡോട്ട്സ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഏരിയയിലോട്ട് എത്താം. അവിടെ ആ പേജിൽ നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഷെയർ എന്നുള്ള ഈ ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഇതിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് നമുക്ക് എത്താം. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നത് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്ലേ ലിസ്റ്റ് നമ്മളൊന്ന് കൃത്യമായിട്ട് കോപ്പി ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ലിങ്ക് ഇവിടെ കോപ്പി ആയിട്ടുണ്ട് നമ്മുടെ പ്ലേ ലിസ്റ്റിൻ്റെ. ശേഷം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡെമോസ് എന്നുള്ള ഈ ആപ്പിലോട്ടാണ് പോകേണ്ടത്. ആപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അവരുടെ ഇൻ്റർഫേസാണ് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിൽ താഴെ നമുക്ക് റൈറ്റ് സൈഡിൽ പ്ലേ ലിസ്റ്റ് എന്നുള്ള ഏരിയ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേലിസ്റ്റസ് എന്നുള്ള ഏരിയയിൽ നമുക്ക് റൈറ്റ് ടോപ്പിലായിട്ട് ഇത്തരത്തിലൊരു ആഡ് ബട്ടൺ കാണാനായിട്ട് കഴിയും. ജസ്റ്റ് നമ്മൾ അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ന്യൂ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള പേജിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ ആഡ് പ്ലേലിസ്റ്റ് ഫ്രം സ്പോട്ടിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഫസ്റ്റിൽ അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ഇമ്പോർട്ട് പ്ലേലിസ്റ്റ് എന്നുള്ള ഏരിയയിൽ എത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്ലേലിസ്റ്റ് ലിങ്ക് എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് ഒന്ന് നമ്മൾ നിലവിൽ കോപ്പി ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ആ പ്ലേലിസ്റ്റിൻ്റെ സ്പോട്ടിഫൈയിലെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇമ്പോർട്ട് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സോങ് ആയിട്ട് ഇത്തരത്തിലൂടെ ഇമ്പോർട്ടിംഗ് എന്നുള്ള ഏരിയക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇമ്പോർട്ടായി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ജസ്റ്റ് നിങ്ങൾ ആ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എനിക്കിവിടെ ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോങ്സ് കാണിക്കാം. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾ ആ മുഴുവൻ സോങ്ങും ആഡ് ചെയ്ത് കഴിയും വരെ അല്ല ഇമ്പോർട്ട് ചെയ്ത് കഴിയും വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഞാൻ മുന്നേ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ആ പ്ലേലിസ്റ്റിലുള്ള മുഴുവൻ സോങ്സും ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിൽ ആഡ് ഫ്രീ ആണ്, നമുക്ക് ആഡ്സ് ഒന്നും കേൾക്കേണ്ടി വരില്ല, നമ്മളിവിടെ പ്രീമിയം എടുക്കേണ്ടിയും വരില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.